ക്യാമ്പിൽ എത്തി പ്രധാനമന്ത്രി ആളുകളെ ആശ്വസിപ്പിക്കുന്ന കാഴ്ചകൾ, കുട്ടികൾക്കരികിൽ അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കുട്ടികളോട് അദ്ദേഹം സംസാരിച്ചു, നേരിട്ട് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, അവിടെ അദ്ദേഹം പരിക്കേറ്റവരുമായൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ അദ്ദേഹം ചെലവഴിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാൻ, തുടരാം. അശ്വതി, അല്പസമയത്തിനകം അദ്ദേഹം ഈ മേപ്പാടിയിലെ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക്, വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക്, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങൾ അതെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. രാവിലെ മുതൽ കനത്ത പോലീസ് കാവലിലാണ് മേപ്പാടി വരെയുള്ള പരിസരം. സ്വാഭാവികമായി പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ വയനാട് നേരിടുന്ന ദുരന്തം, അതോടൊപ്പം ഈ മഹാദുരന്തം, അത് പുത്തുമലയിൽ 2019 ഉണ്ടായ ദുരന്തം, അതിന്റെ ആഘാതത്തിൽ നിന്ന് ആ നാട് മോചിതമാകുന്നതിന് മുമ്പ് കൃത്യം 5 വർഷങ്ങൾക്കിപ്പുറം ചൂരൽമലയെയും മുണ്ടക്കയെയും വെള്ളാർമലയും ഒക്കെ തകർത്തെറിഞ്ഞ ഈ മഹാദുരന്തത്തിന്റെ വ്യാപ്തി, അത് ആകാശ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയതിനു ശേഷം അവിടെ എത്തി നേരിൽ കണ്ട് അവിടെ നടന്ന് ബോധ്യപ്പെട്ടതിലൂടെ കൃത്യമായി നമ്മൾ എന്തുകൊണ്ടാണ് വയനാടിന് വേണ്ടി ഒരു പ്രത്യേകമായ പാക്കേജ് പ്രതീക്ഷിക്കുന്നത് എന്ന് അങ്ങനെ ചോദിക്കുന്നത് എന്നതിന്റെ ആവശ്യകത അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി യാതന അനുഭവിക്കുന്ന അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, സർവരും നഷ്ടപ്പെട്ട ഒറ്റയാനായി മാത്രം അവശേഷിക്കുന്ന ചിലർ കൂടിയുണ്ട് ആ ക്യാമ്പിൽ. അങ്ങനെ എല്ലാ വേദനകളും അനുഭവിക്കുന്നവരെ നേരിൽ കണ്ട് അവർക്ക് പ്രതീക്ഷയായി മാറുകയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം. ഇനി ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ അവലോകന യോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കേരളത്തിന് വേണ്ടി, വയനാടിന് വേണ്ടി ഏത് തരത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും ഉണ്ടാകുക എന്ന് അറിയുന്നതിന് വേണ്ടി തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഒരു ദുരന്തത്തിന്റെ അതിജീവന പാതയിലേക്ക് കടക്കുന്ന ചൂരൽമല നിവാസികൾക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം അവരുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയായി മാറുമോ എന്നൊരു ആകാംക്ഷ ഉണർത്തുന്ന കാര്യം കൂടി ബാക്കിയാകുന്നത്. എന്തായാലും അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഞാനിപ്പോൾ നിൽക്കുന്ന മേപ്പാടി മിംസ് ആശുപത്രിക്ക് സമീപത്തെ ഈ റോഡിലൂടെ ആശുപത്രി കവാടത്തിലേക്ക് എത്തും. അതിന് മുന്നോടിയായുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഗതാഗതം പൂർണ്ണമായി ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുകയാണ്. ഈ വഴിയെ മറ്റ് വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റ് സുരക്ഷാ ചുമതലകൾ ഏകോപിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങൾ മാത്രമാണ് കടന്നുവരുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഏതാനും മിനിറ്റുകൾക്കകം ഇവിടേക്ക് എത്തുകയാണ്. സ്വാഭാവികമായി അതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഇതാ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എത്തുന്നതിന് മുന്നോടിയായി അദ്ദേഹത്തിന്റെ പൈലറ്റ് വാഹനങ്ങൾ എനിക്ക് മുൻപിലൂടെ അല്പസമയത്തിനകം കടന്നുവരും. അതിന് മുന്നോടിയായി കോൺവോയായി പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊരുക്കുന്ന വാഹനവ്യൂഹം ഇതാ അതിന്റെ മുൻപിലുള്ള വാഹനങ്ങൾ ഇതാ എനിക്ക് മുന്നിലൂടെ കടന്നുവരുന്നു. ഇത് തൊട്ട് പിന്നിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും നിമിഷങ്ങൾക്കകം മേപ്പാടി മിംസ് ആശുപത്രിയിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന് വലിയ സുരക്ഷയാണ് ഇവിടെ ഒരുക്കുന്നത്. ഇവിടെ നൂറുകണക്കിന് ആളുകൾ റോഡിന്റെ ഇരുവശങ്ങളിലും നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നതിനുമായി പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്യുന്നതിനു വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ നിന്നിരുന്ന ആളുകളെ മുഴുവൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ആശുപത്രിയിലേക്ക് പോവുകയാണ്. അവിടെ കഴിയുന്ന ആളുകളെ നേരിട്ട് കാണാൻ, അവരോട് സംസാരിക്കാൻ പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ്, അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ക്യാമ്പിൽ കഴിഞ്ഞവരെ അദ്ദേഹം അല്പസമയം മുമ്പാണ് അവിടെ എത്തി നേരിട്ട് കണ്ടത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഒരു വശത്ത് പ്രേക്ഷകർ കാണുന്നത്. അവിടെ നിന്നും മടങ്ങി ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുമായി നേരിട്ട് സംസാരിക്കാനായി അദ്ദേഹം എത്തുന്നു. ഡാൻ, ഇപ്പോൾ ആ വാഹനവ്യൂഹം അവിടെ കടന്നുപോയിരിക്കുന്നു. എത്ര സമയമുണ്ട് അവിടെ നിന്നും ആശുപത്രിയിലേക്ക്? 5 മിനിറ്റിനകം അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തും. ഇവിടെ നിന്ന് 5 മിനിറ്റ് മാത്രമാണ് ആശുപത്രിയിലേക്കുള്ളത്. സ്വാഭാവികമായി വേഗത കുറച്ചാണ് ഈ കോൺവോയ് വാഹനങ്ങളെല്ലാം പോകുന്നത്. കാരണം നേരെയുള്ള റോഡല്ല, വലിയ കുത്തനെയുള്ള വളവ് തിരിവുകളൊക്കെയുണ്ട്. അത് കടന്നു വേണം ഈ ആശുപത്രിയുടെ പരിസരത്തേക്ക് അവർക്ക് എത്താൻ. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു 5 മിനിറ്റിനകത്ത് ആശുപത്രിയുടെ പ്രധാന കവാടത്തിലേക്ക് അദ്ദേഹം എത്തുമെന്ന് തന്നെയാണ് വിവരം. അവിടെ അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ രാവിലെ തന്നെ പൂർത്തിയാക്കിയതാണ്.
കർശനമായ സുരക്ഷാ നിയന്ത്രണത്തിലാണ് ഈ ആശുപത്രിയും പരിസരവുമുള്ളത്. അവിടെ CCTV ക്യാമറകൾ, ആശുപത്രിയിൽ പ്രവർത്തിപ്പിച്ചിരുന്ന മുഴുവൻ CCTV ക്യാമറകളും നിർജ്ജീവമാക്കണം, അതിന്റെ പ്രവർത്തനം ഇനാക്ടിവേറ്റ് ചെയ്യണം കുറച്ചധിക സമയത്തേക്ക് എന്ന നിർദ്ദേശം രാവിലെ തന്നെ SPG ഉദ്യോഗസ്ഥർ നൽകിയതാണ്. അതുകൊണ്ട് തന്നെ SPGയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് വിംസ് ആശുപത്രിയും അതിന്റെ പരിസരങ്ങളും. മറ്റ് വാഹനങ്ങൾക്കൊന്നും ഈ പരിസരത്ത് പാർക്ക് ചെയ്യാൻ പോലും അനുവാദമില്ല. മാധ്യമപ്രവർത്തകരെ പോലും അതിന്റെ പരിസരത്തേക്ക് കടത്തിവിട്ടിട്ടുമില്ല. എന്തായാലും 49 പേരാണ് മലബാർ ഈ വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഈ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നത്. അതിൽ 25 പേരുള്ള വാർഡിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി അവരുടെ വേദനകൾ കണ്ട് മനസ്സിലാക്കും. അതിനുശേഷമായിരിക്കും അവരിൽ നിന്ന് 4 പേരുമായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന മുറിയിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുക. തുടർന്നായിരിക്കും കളക്ടറേറ്റിൽ കൽപ്പറ്റയിലെ സിവിൽ സ്റ്റേഷനിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അല്പസമയത്തിനകം ഇതുവഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ മടങ്ങുക. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രധാനമന്ത്രി ഇപ്പോൾ വിംസ് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഉള്ള ആളുകളെ, അവിടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളുമായി അദ്ദേഹം സംവദിക്കും. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ. അദ്ദേഹം അല്പസമയം മുമ്പ് ക്യാമ്പിലെത്തി, ദുരിതാശ്വാസ ക്യാമ്പിൽ, സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിലെത്തി അവിടെ ഈ ദുരന്തത്തെ അതിജീവിച്ചവർ, ഉറ്റവരെ നഷ്ടമായ ആളുകളുമൊക്കെയുമായും സംസാരിക്കുന്ന, അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരുമായൊക്കെ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നതാണ്. അങ്ങേയറ്റം പ്രതീക്ഷയറ്റുപോയ വയനാടിന് പ്രധാനമന്ത്രി നേരിട്ട് അവിടേക്ക് എത്തി കാര്യങ്ങൾ തിരക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളവർക്ക് അതൊരു വലിയ ആശ്വാസം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഇനി ഉള്ള മണിക്കൂറുകളിൽ പ്രഖ്യാപിക്കുന്ന കേന്ദ്ര സഹായം അത് വയനാടിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുകൂടി വിളിച്ചു പറയുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഇനി അവരുടെ പ്രതീക്ഷ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചോദ്യം, ഒരു വലിയ ചോദ്യം അവർക്ക് മുന്നിൽ ബാക്കിയുണ്ട്.